ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്ന കുട്ടിയുടെ പേരാണ് അമ്മു സജീവ്. SME നഴ്സിംഗ് കോളേജ് ചുട്ടിപ്പാറ, പത്തനംതിട്ട. ഫൈനൽ ഇയർ, 4th ഇയർ നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഈ കുട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോളേജിൽ നിന്ന് തിരിച്ചു വന്ന് ഹോസ്റ്റലിൻ്റെ ഏറ്റവും മുകളിലെ ടെറസിൽ പോയി അവിടെ നിന്ന് താഴത്തേക്ക് ചാടി സ്വന്തം ജീവൻ അവസാനിപ്പിച്ചു. എന്താണ് കാരണം? വാട്ട് ഹാപ്പൻഡ്? ഒരുപാട് ദുരൂഹതകൾ ഈ ഒരു കേസിൽ പറയാനും ഡിസ്കസ് ചെയ്യാനും ചോദിക്കാനുണ്ട്. ഈ കുട്ടിയുടെ മരണത്തിൽ വളരെയധികം വലിയൊരു ഇൻവോൾവ്മെൻ്റ് ഉള്ള 3 പെൺകുട്ടികളുടെ പേര്, അത് സഹപാഠികളായ 3 പെൺകുട്ടികളുടെ പേരാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കുടുംബം, അച്ഛനും ഏട്ടനും അമ്മയൊക്കെ പറയുന്നത്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടികളുടെ പേര് അലീന ദിലീപ്, അക്ഷിത ആൻഡ് അഞ്ജന മധു. ഇതാണ് ഈ 3 കുട്ടികൾ. ഇവർ 4 പേരും ആ കോളേജിൽ സെയിം ഇയർ സ്റ്റുഡൻസാണ്. അവർ അത്യാവശ്യം എനിക്ക് ഈ കോളേജിൽ നിന്ന് 1-2 കുട്ടികൾ അയച്ച മെസ്സേജ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു നല്ല ഫ്രണ്ട്സ് ഗ്യാങ് ആണ്. ഈ 3 പേരും നല്ല ഫ്രണ്ട്സാണ്. ഈ കുട്ടിയും, മരിച്ച കുട്ടിയും ഇവരുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്രണ്ടാണ്. പക്ഷേ ഈ കുട്ടി അമ്മു സജീവ് എന്ന് പറയുന്ന കുട്ടി അത്ര അങ്ങോട്ട് എന്താ പറയുക, എല്ലാവരുമായിട്ട് മിങ്കിളാവുന്നൊരു കുട്ടിയല്ല. ഓക്കെ, കോളേജ് പോവുക, പഠിത്തവും കാര്യങ്ങളും മെയിനായിട്ട് നടക്കുക. ബാക്കി കുട്ടികളെ പോലെ അത്ര അങ്ങോട്ട് അടിച്ചു പൊളിച്ച് അങ്ങനെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുന്നൊരു കുട്ടിയൊന്നുമല്ല. ഓക്കെ, അപ്പോൾ അമ്മു സജീവിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റൽ, കോളേജ്, പഠിത്തം, കാര്യങ്ങൾ അങ്ങനെ മാത്രം പോകുന്നൊരു കുട്ടിയാണ്. അപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ ആഫ്റ്റർനൂണിൽ എന്താണ് ഈ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? വൈകിട്ടാവുമ്പോഴത്തേക്കും ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിൽ എന്ത് കാര്യങ്ങൾ ആണ് ഈ കുട്ടിയുടെ ലൈഫിൽ ട്രിഗർ ചെയ്തത് എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയായ അമ്മുവിനെ അകാരണമായി സുഹൃത്തുക്കൾ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് കുടുംബം പറയുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഗൈനക് പ്രാക്ടീസിന് പോയ സമയത്ത് സഹപാഠികളായ 3 പെൺകുട്ടികളും അമ്മുവുമായി നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. പിന്നീട് ഇങ്ങോട്ട് മകളെ അവർ നിരന്തരമായി ശല്യപ്പെടുത്തിയിരുന്നുവെന്ന് അമ്മുവിന്റെ അച്ഛൻ. ഇവർ രാത്രി ചെന്നിട്ട് കഥയിൽ തട്ടുക, അഥവാ ഇവൾ ഈ മൈഗ്രെയിനിൻ്റെ മരുന്നൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ഈ കുട്ടികൾ അവളെ ഉപദ്രവിക്കുക, ഇതൊക്കെയാണ് അവരുടെ ഒരു ഹോബി. ഇവളാണെങ്കിൽ ഒരു കുട്ടികളുടെ ഹോസ്റ്റലിലായാലും റൂമിലൊന്നും പോകുന്ന ഒരു കുട്ടിയല്ല. അവളുടെ റൂമിൽ തന്നെ ഇരിക്കുന്ന ആ ഹോസ്റ്റലിലെ വാർഡനും മറ്റുള്ള കുട്ടികളോടും തിരക്കി അറിയാം. ഇവൾ അങ്ങോട്ട് എങ്ങും പോകത്തില്ല, ഇവളുടെ റൂമിൽ തന്നെ ഇരിക്കുന്നതാണ്. ഈ പിള്ളേരുടെ ശല്യം കാരണം 2nd ഫ്ലോറിൽ നിന്ന് ഈ ഗ്രൗണ്ട് ഫ്ലോറിലൊരു റൂമിലോട്ട് ഇപ്പം മാറി. കാണാതായ ലോഗ് ബുക്കിനായി അനുവാദമില്ലാതെ ബാഗ് പരിശോധിച്ചതും മകളെ ഏറെ തളർത്തി. പ്രശ്നങ്ങൾ തുടർന്നതോടെ കോളേജ് പ്രിൻസിപ്പലിനും പരാതി നൽകിയിരുന്നു. ക്ലാസ് ടീച്ചർ ടൂർ കോർഡിനേറ്ററായി നിയമിച്ച വിവരം അമ്മു അറിഞ്ഞിരുന്നില്ല. ടൂറിന് വരുന്നില്ലെന്ന് അറിയിച്ചിട്ടും സംഘം ഭീഷണിയുമായി എത്തിയെന്നും കുടുംബം. വാഷ്റൂമിൻ്റെ അടുത്ത് ഇവളെ കൊണ്ടുപോയിട്ട് അടിക്കാൻ ചെല്ലി അസഭ്യം പറയുക, നീ ഇത് എന്താണ് ഈ ടൂർ കോർഡിനേറ്ററായ നിന്നെ കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തിട്ട് അങ്ങ് പോയി. അത് അവൾ എന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ മോൾ എന്നെ വിളിച്ച് പറയും. ഹോസ്റ്റലിൽ വീണ് അമ്മുവിന് നിസ്സാര പരിക്കേറ്റുവെന്നാണ് വാർഡൻ കുടുംബത്തെ അറിയിച്ചിരുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത ആംബുലൻസിലാണ് കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് അമ്മുവിന്റെ സഹോദരൻ പറയുന്നു. പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിലാണ് ജസ്റ്റ് കാണിച്ചതെന്നാണ് പറയുന്നത്. കാണിച്ചില്ലെന്ന് പോലും എനിക്കറിയില്ല. കാരണം അമ്മുവിൻ്റെ അവസ്ഥ ഇതായിരുന്നു. പിന്നെ അതിലുള്ള ഒരാളെന്നോട് പറഞ്ഞതാണ്, ഇവർക്ക് ഇപ്പോൾ അടുത്ത ശ്രീകാര്യം അവിടെ എത്തിയ സമയത്ത് വരെ അവൾ സംസാരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ അച്ഛൻ വന്നപ്പോൾ തന്നെ അവളുടെ കയ്യിൽ തണുപ്പുണ്ട്. അങ്ങനെ അച്ഛൻ കുഴഞ്ഞു വീഴുന്നത്. അപ്പം ഇത്രയും ഒരു 15-20 മിനിറ്റിനകത്ത് 20 മിനിറ്റിനകത്ത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഫുൾ ബോഡി തണുക്കുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അത് അവർ പറഞ്ഞു. ഇന്ന് ഞാൻ വീണ്ടും 1-2-3 പ്രാവശ്യം ചോദിച്ചത്. ശ്രീകാര്യം വരെ അവർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഫാമിലി ഈ കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത പറയുന്ന കാര്യങ്ങൾ. ഇതിൽ 1-2 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. ദ വെരി ഫസ്റ്റ് തിങ്, ഇവർ ഗൈനിക് പോസ്റ്റിങ്ങിന് പോയ സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് വാർഡൻ്റെ കൂടെ കുട്ടികൾ സിനിമയ്ക്ക് പോയി എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ഇഷ്യൂസ് തുടങ്ങുന്നത്. അപ്പോൾ ഈ വിളിച്ച സമയത്ത് ഈ കുട്ടി പോയില്ല. ഈ കുട്ടി പോവാത്തത് കൊണ്ട് അതിൻ്റെ ഒരു വൈരാഗ്യം ആൻഡ് ഈ കുട്ടി ഇവരിങ്ങനെ സിനിമയ്ക്ക് പോയ കാര്യം കോളേജിൽ അറിയിച്ചതിൻ്റെ ദേഷ്യം അവിടെ ട്രിഗറായി അവിടെ നിന്ന് കാര്യങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ് മൊത്തം ഈ ഒരു കുടുംബത്തിൻ്റെ സംസാരം. പല ചാനലിലായിട്ട് അവർ കൊടുത്ത ഇൻ്റർവ്യൂവിൽ നിന്ന് എനിക്ക് കാര്യത്തിൽ നിന്ന് ഫസ്റ്റ് ഇതിവിടെയാണ് ഏറ്റവും വലിയ പ്രൊവോക്കേഷൻ പോയിന്റ് തുടങ്ങുന്നത്. പക്ഷെ അവിടെ എൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷം ഒപ്പം പഠിച്ച കുട്ടികൾ
അവിടെ നിന്ന് മാത്രം ഒരു സിനിമയ്ക്ക് പോയ കാര്യം, അത് 4ാം വർഷത്തിൽ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറിലോ സിനിമയ്ക്ക് പോയി കോളേജിൽ പറഞ്ഞു കൊടുത്താലാണ് ഏറ്റവും വലിയ സീനാണ്. ഇത് ഈ 4ാം വർഷ ഫൈനൽ ഇയർ വിദ്യാർത്ഥിനികൾ ഹോസ്റ്റലിൽ നിന്ന് സിനിമയ്ക്ക് പോകണമൊക്കെ, സെക്കൻഡ് ഷോയ്ക്ക് പോകണമൊക്കെ ഇറ്റ്സ് എ നോർമൽ തിങ്. അതും വാർഡൻ്റെ കൂടി അല്ലെങ്കിൽ വാർഡൻ്റെ സമ്മതത്തോടു കൂടി വാർഡൻ്റെ ഒപ്പമാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി കാഷ്വൽ ആൻഡ് നോർമൽ തിങ് എന്നേ പറയാനുള്ളൂ. അത് വലിയ എന്താ പറയുക, ക്രൈമൊന്നുമില്ല. കോളേജിൽ അറിയിച്ചാൽ വലിയ സീനൊന്നും ഉണ്ടാവില്ല. സോ അതിൻ്റെ മുകളിലൊരു വൈരാഗ്യം തുടങ്ങുക എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും കൺവിൻസിങ് അല്ല. പ്രശ്നങ്ങൾ ചിലപ്പോൾ ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അങ്ങനെ ഞാൻ കുറേ ഇൻ്റർവ്യൂസ് കണ്ടപ്പോഴാണ് ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഇവരുടെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ പെൺകുട്ടികളുടെ കുറച്ച് സാമ്പത്തിക തിരിമറി, ഇവർ ഇതേപോലെ എവിടെയോ പോസ്റ്റിങ്ങിന് പോയ സമയത്ത് 10,000-80,000 രൂപയുടെ ഒരു തിരിമറി ഈ കുട്ടി കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയും അത് കോളേജിൽ അറിയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതിനെ തുടർന്നിട്ട് ഈ കുട്ടിയോട് അതിഭീകരമായുള്ള ദേഷ്യവും വൈരാഗ്യം അവർക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ടൂർ കോർഡിനേറ്ററായിട്ട് ഈ കുട്ടിയെ ക്ലാസ് ടീച്ചർ നിയമിച്ചു. അതിലും ഇവർക്ക് ഭയങ്കരമായ എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പിനെ തുടർന്ന് ഈ പെൺകുട്ടിയെ കോളേജിൽ ഇവർ നിരന്തരം ഉപദ്രവിക്കുകയും അതിനുശേഷം ടോയ്ലറ്റിനെ അവിടെ വിളിച്ചു കൊണ്ടുപോയിട്ട് അവിടുന്ന് ദേഹോപദ്രവം ചെയ്യുകയും ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യം കണക്റ്റായത്, ഓൾറെഡി ഇതിന് മുമ്പ് ഒരു പോസ്റ്റിങ്ങിന് പോയ സമയത്ത് 10,000-80,000 രൂപയുടെ തിരിമറി ഈ പെൺകുട്ടി പിടിച്ചല്ലോ. അപ്പോൾ ഒപ്പമുള്ള പെൺകുട്ടികൾ വിചാരിച്ചു കാണും, പിന്നെ ടൂർ കോർഡിനേറ്ററായിട്ട് ക്ലാസ് ടീച്ചർ ഇവരെ വെച്ച് കഴിഞ്ഞാൽ ഇവൾ ടൂർ കോർഡിനേഷൻ്റെ സമയത്ത് ഇനി എന്തൊക്കെ നമ്മളെന്തെങ്കിലും ഉടായ്പ കാണിച്ചാൽ അവർ പിടിച്ചാലോ ഇവൾ എന്നുള്ള രീതിക്ക് ചിലപ്പോൾ ചിന്തിച്ചിട്ടായിരിക്കാം ഈ പെൺകുട്ടിയെ ഒരു ടൂർ കോർഡിനേറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് പറഞ്ഞത്. ആൻഡ് ഈ കുട്ടിയെ ടൂർ കോർഡിനേറ്റർ ആക്കിയത്, അമ്മു സജീവിനെ ടൂർ കോർഡിനേറ്റർ ആക്കിയ വിവരം അമ്മു സജീവ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ക്ലാസ് ടീച്ചർ ആക്കി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അമ്മു സജീവ് ശരിക്കും ടൂറിന് പോകാനില്ല എന്നും സ്വന്തം ഏട്ടനെ കാണാൻ തമിഴ്നാട്ടിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നുള്ളതൊക്കെയാണ് ഫാമിലി പറയുന്ന നറേഷൻ. ഓക്കെ, അപ്പോൾ ടൂറിന് പോകാൻ താല്പര്യമില്ലാതെ സ്വന്തം വീട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഏട്ടനെ കാണാൻ പോകുന്ന കുട്ടികൾ ടൂർ പോകുമ്പോൾ ഈ കുട്ടി ഏട്ടനെ കാണാൻ തമിഴ്നാട്ടിൽ പോകുന്ന ഒരു കുട്ടി, ആ കുട്ടി എന്തിനാണ് ക്ലാസ് ടീച്ചർ ആ കുട്ടിയുടെ പോലും അനുവാദമില്ലാതെ ടൂർ കോർഡിനേറ്റർ ആക്കിയത് എന്നുള്ളൊരു ചോദ്യം. ഓക്കെ, ചിലപ്പോൾ ആ കുട്ടിയോടുള്ള വിശ്വാസ്യതയായിരിക്കാം. ക്ലാസ്സിൽ ചില കുട്ടികൾ, ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ചില കുട്ടികൾ കാണുന്നുണ്ട് ക്ലാസ്സിൽ എല്ലാ ആക്ടിവിറ്റീസിലും പക്കയായിരിക്കും. അങ്ങനെ പക്കയായ ഒരു കുട്ടി ആയതുകൊണ്ടായിരിക്കാം, എല്ലാം കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ആ കുട്ടിക്കുള്ളത് കൊണ്ടായിരിക്കും ആ കുട്ടിയെ ആക്കിയത്. വാട്ട് എവർ എന്താണെങ്കിലും ഈ പറഞ്ഞ അലീന, അക്ഷിത, അഞ്ജന ഈ 3 പേർക്കും ആ ടൂർ കോർഡിനേറ്റർ ഈ കുട്ടിയാക്കിയത് ദേഷ്യം വന്നു. അങ്ങനെ മരുന്ന് കഴിച്ച് കിടക്കുന്ന കുട്ടിയെ ബെഡിൽ കയറി കിടന്ന് അടിക്കുക ഹോസ്റ്റലിൽ, അങ്ങനെ കുറേ പരിപാടികൾ ഇവർ ഒപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കംപ്ലൈൻ്റ് ആയിട്ട് ഈ കുട്ടിയുടെ അച്ഛൻ കോളേജ് അധികാരികളെ അറിയിക്കുകയും അതിനെ തുടർന്ന് കോളേജ് അധികാരികൾ പ്രിൻസിപ്പൾ അടക്കം ഈ പെൺകുട്ടികളെ വിളിച്ചിട്ട് ഫൈനൽ ഇയർ അല്ലേ താക്കീത് കൊടുത്ത് ഈ കുട്ടികളെ കയ്യിൽ നിന്ന് ഒരു റിട്ടേൺ ലെറ്റർ എഴുതി വാങ്ങുകയും ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പത്തനാപുരം കുണ്ടയം സ്വദേശിനി അലീന ദിലീപ്, ചങ്ങനാശ്ശേരി തുരുത്തി സ്വദേശിനി അഷിത, കോട്ടയം അയർക്കുന്നം സ്വദേശിനി അഞ്ജന മധു, പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികൾ. മൂവരിലും ആരോപിക്കപ്പെട്ട കുറ്റം ആത്മഹത്യാ പ്രേരണ. സഹപാഠി അമ്മു കോളേജ് ഹോസ്റ്റലിന്റെ മുകളിൽ നിന്നും വീണു മരിച്ച സംഭവത്തിൽ മൂവരെയും പത്തനംതിട്ട പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ മൂവരെയും വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചു. പൊതുവെ ആരോടും കൂടുതൽ ഇടപഴകാതിരുന്ന അമ്മുവിനെ ടൂർ കോർഡിനേറ്റർ ആക്കിയത് അലീനയ്ക്കും അഷിതയ്ക്കും അഞ്ജനയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. ഒരു വിദ്യാർത്ഥിയുടെ ലോഗ് ബുക്ക് കാണാതായതിൽ തന്നെ സംശയമുനയിൽ നിർത്തിയതും അമ്മുവിന് മാനസികമായി വിഷമമുണ്ടാക്കി. അമ്മുവിന്റെ പിതാവ് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കോളേജ് പ്രിൻസിപ്പാളിന് പരാതി നൽകിയിരുന്നു. പരാതിയിൽ അലീനയോടും അഷിതയോടും അഞ്ജനയോടും കോളേജ് പ്രിൻസിപ്പാൾ വിശദീകരണം ചോദിച്ചു. തെറ്റുകളേറ്റു പറഞ്ഞും മേലിൽ തെറ്റാവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകിയും മൂവരും വിശദീകരണം എഴുതി തയ്യാറാക്കി കോളേജ് പ്രിൻസിപ്പാളിന് നൽകി. അമ്മുവിനെ സഹപാഠികൾ മാനസികമായി പീഡിപ്പിച്ചു എന്നതിന് തെളിവായി പോലീസ് ഈ വിശദീകരണക്കുറിപ്പ് കണ്ടു. ചോദ്യം ചെയ്യലിൽ പോലീസ് ഇക്കാര്യങ്ങളെല്ലാം മൂവരിൽ നിന്നും ചോദിച്ചറിഞ്ഞു. മൂവരും ആത്മഹത്യാ പ്രേരണ കുറ്റം ചെയ്തതായി ചോദ്യം ചെയ്യലിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞതായി പത്തനംതിട്ട ഡിവൈഎസ്പി നന്ദകുമാർ വ്യക്തമാക്കി. ഓക്കെ, അപ്പോൾ ഒരു കൂട്ടത്തിലെ കുട്ടിയുടെ ലോഗ് ബുക്ക് കാണാനില്ല, അത് ഈ പറഞ്ഞ പെൺകുട്ടി മരിച്ച അമ്മുവാണ് ആ ലോഗ് ബുക്ക് കാണാത്തതിൻ്റെ പിന്നിൽ എന്നുള്ള രീതിയിൽ ഇവർ ക്ലെയിം ചെയ്ത് ഈ കുട്ടിയെ കോളേജിൽ ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ മുന്നിൽ വെച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ഹരാസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം സിനിമയ്ക്ക് പോയ ഇൻസിഡൻറ്റ്, പിന്നെ 19,000 രൂപയുടെ തിരിമറി, അതിനുശേഷം ടൂർ കോർഡിനേറ്റർ. ഇതൊന്നും അല്ലാതെ
ഈ ലോഗ് ബുക്ക് കാണാനില്ല എന്നുള്ള പരാതി പ്ലസ് ഈ കുട്ടിയെ ഒരുമാതിരി കള്ളിയാക്കുന്നൊരു സിറ്റുവേഷൻ, അതിലാണോ ഈ കുട്ടി ട്രിഗറായേ എന്നുള്ളതാണ് പോലീസ് അന്വേഷണം ഇവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് ദ വെരി സെക്കൻഡ് തിങ് ഇവിടെ, അതായത് ഈ കുട്ടി ഞാൻ പറഞ്ഞല്ലോ അധികം ആരോടും അങ്ങനെ സംസാരിക്കാത്തതും അല്ലെങ്കിൽ അധികം ആരോടും അങ്ങനെ ഇൻവോൾവ് ആവാത്തതും അങ്ങനത്തെ ഒരു കുട്ടിയാണ് കോളേജിൽ എന്നുള്ളത് ഏകദേശം ഈ ന്യൂസ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഫാമിലിയുടെ ഇൻ്റർവ്യൂ, ഈ കുട്ടിയുടെ ക്ലാസ് ടീച്ചർ, പ്രിൻസിപ്പാൾ, വാർഡൻ ഇവരൊക്കെ സംസാരിക്കുമ്പോൾ ഏകദേശം ഇത് ക്ലിയറാണ്. അങ്ങനെയുള്ള കുട്ടിയുടെ മനസ്സിനകത്ത് എപ്പോഴും ആ ഒരു വിഷമവും സാധനം ഒരു ഈ കുട്ടി ഏറ്റവും കൂടുതൽ പാരൻസിനോടാണ് ക്ലോസ് ആയിട്ടുള്ളത്. ഓരോ സംഭവവും കോളേജിൽ നടക്കുന്നത് ഈ കുട്ടി കൃത്യമായിട്ട് പാരൻസിനെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് തന്നെയാണ് അച്ഛൻ ഈ കുട്ടി മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അതിനു മുമ്പ് 2 കംപ്ലൈൻ്റ് ആയിട്ട് ഈ കുട്ടി എഴുതി കൊടുത്തിട്ടുണ്ട്, അച്ഛനും എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ പെൺകുട്ടികൾ ഉപദ്രവിക്കുന്നു, ഈ പെൺകുട്ടികൾക്ക് ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരാനുള്ള ഏറ്റവും വലിയ റീസൺ പോലീസ് അന്വേഷിക്കേണ്ടത് അതാണ്. 4ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികളായ പെൺകുട്ടികൾ, ഇവർക്ക് ഇത്രയും വലിയ ഫണ്ടിൻ്റെ ആവശ്യം എന്താണ്? അത് ഒന്ന് കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര ഫണ്ട്? മരിച്ചുപോയ കുട്ടിക്ക് ഇവരുടെ ഈ ഫണ്ട് എന്തിന് ആവശ്യം, ഇവരെന്തിന് ഈ ഫണ്ട് ചിലവാക്കുന്നു, ഇവർക്ക് എവിടെ നിന്നൊക്കെ ഈ ഫണ്ട് കിട്ടുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് പോലീസ് അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഇതിൽ വേറൊരു പ്രൈം കാര്യം, ഓക്കെ, ഇത് ഒന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച് ഈ കുട്ടി സ്വയം ചാടിയതായിരിക്കാം, ഇല്ലെങ്കിൽ ഈ കുട്ടിയെ കൃത്യമായി സ്പോട്ട് ചെയ്ത്, അതായത് ഈ കുട്ടിക്ക് ഈ 3 പേരുടെ വേറെ എന്തോ കളികൾ അറിയാം. നേരത്തെ പറഞ്ഞ പോലുള്ള ഫിനാൻഷ്യൽ ഇൻവോൾവ്മെൻ്റ് അടക്കം ഈ കുട്ടിക്ക് അറിയാം 3 പെൺകുട്ടികളുടെ വേറെ എന്തൊരു വൈറ്റൽ സാധനം. കാരണം 4 വർഷം ഒപ്പം പഠിച്ചവരാണ്. 4ാമത്തെ വർഷം ഫൈനൽ ഇയർ കഴിയാതെ വെറും 4-5 മാസമുള്ള സമയത്ത് ഈ പെൺകുട്ടിയെ അത്രയും ഹറാസ് ചെയ്ത് പെൺകുട്ടിയെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ മരിച്ച കുട്ടിക്ക് ഈ 3 കുട്ടികളുടെ എന്തോ വേറെ ഇൻഫർമേഷൻസ് അറിയാമെന്നല്ലേ? ആ 3 കുട്ടികളിൽ ഏതോ ഒരു കുട്ടിയുടെ എന്തോ ഒരു വൈറ്റൽ ഇൻഫർമേഷൻ ഈ കുട്ടിക്ക് അറിയാം എന്നും കൂടി ആവാൻ സാധ്യതയില്ലേ? ഒരു CCTV ക്യാമറ ഉണ്ട്. റിപ്പോർട്ടർ ചാനലിൽ ഈ പറഞ്ഞ ഹോസ്റ്റലിൽ പോയ സമയത്ത് ഒരു CCTV ക്യാമറ കാണിക്കുന്നൊരു വിഷ്വലുണ്ട്. അത് ഞാൻ അവിടെ സൈഡിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആ വിഷ്വൽസിൽ നിന്ന് കാണാൻ പറ്റിയൊരു CCTV ക്യാമറ ഉണ്ട്. അതിനുശേഷം റിപ്പോർട്ടർ ചാനൽ ഇവരുടെ ഹോസ്റ്റലിൻ്റെ മുകളിലേക്ക് പോകുന്നൊരു വിഷ്വലുണ്ട്. അതായത് ഈ കുട്ടി ചാടി 4-4:30 ഹോസ്റ്റലിൽ എത്തിയ കുട്ടി, കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ എത്തിയ കുട്ടി എന്തോ ഒരു കാരണം കൊണ്ട് മനസ്സ് വിഷമിച്ച് ഹോസ്റ്റലിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ചെന്ന് താഴത്തേക്ക് ചാടുകയാണ്. ഈ മുകളിലത്തെ നിലയുടെ ഒരവസ്ഥ നിങ്ങളൊന്ന് കാണണം. നമ്മളിപ്പോൾ ഈ ഉയരത്തിൽ, ഏറ്റവും ഉയരത്തിൽ അമ്മു ചാടി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അമ്മു വീണു എന്ന് പറയുന്ന ആ സ്ഥലത്തേക്കുള്ള പോവുകയാണ്. ഇതൊക്കെ നേരത്തെ ഇങ്ങനെ തന്നെ പൂട്ടിയിടാറുണ്ടോ മാഡം? 7 മണിയാകുമ്പോൾ, വൈകിട്ട് 7 മണിയാകുമ്പോൾ ഇത്തരത്തിൽ ഈ ഭാഗം പൂട്ടി. കാരണം കുട്ടികളുടെ വസ്ത്രങ്ങളെല്ലാം തന്നെ ഇവിടെയാണ് ഉണക്കുക, ഇവിടെയാണ് വിരിച്ചിടുക. ഈ ഭാഗത്താണ് വൈകുന്നേരം 7 മണിയാകുമ്പോൾ ഈ ഭാഗം അടച്ചിടും എന്നാണ് ഇവിടുത്തെ വാർഡൻ പറയുന്നത്. ഈ ഭാഗത്ത് ഇവിടെ നിന്നായിരിക്കും അല്ലേ? ഇതാ ഈ ഭാഗത്തു നിന്നാണ് സ്മൃതി, ഈ ഭാഗത്തു നിന്നാണ് അമ്മു വീണതെന്ന് പറയുന്നത്. ഇത്ര ഉയരം, ഇതാ നോക്ക്, താഴെ ആളുകളൊക്കെ ഉണ്ട്. ഈ ഉയരത്തിൽ നിന്നാണ് കുട്ടി ചാടിയത്. അതായത് ഇത്രയും അകലത്തിൽ നിന്നാണ്, സ്മൃതി പറഞ്ഞോളൂ, ഇത്രയും മുകളിൽ നിന്നാണ് വീണത് അല്ലേ? ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മുകളിൽ നിന്ന് താഴേക്കുള്ള ദൂരം. അതെ അതെ, അമ്മു താമസിച്ച ഹോസ്റ്റലിലെ വിഷ്വൽസ് ആണ്. അതായത് അമ്മു ചാടിയ ആ ഒരു മുകൾ ഭാഗത്ത് നിന്നുള്ള, അത് കൈ തട്ടി നോക്കിയത്, ആ മുകൾ ഭാഗത്ത് നിന്നുള്ള വിഷ്വൽസ് ആണ് റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഇതിന്ന് ഒരു കാര്യം ക്ലിയറാണ്. അമ്മു താമസിച്ചിരുന്നത് അടിയിലെ ഫ്ലോറിലാണ്, ഏറ്റവും അടിയിലെ ഫ്ലോറിലാണ്. മുകളിലായിരുന്നു. പിന്നെ ഇവരുടെ ഉപദ്രവം കാരണം വേറൊരു കുട്ടിയുടെ ഒപ്പം താഴെ ഫ്ലോറിലേക്ക് അമ്മു താമസം മാറുകയാണ് ഉണ്ടായത്. ആൻഡ് ഫാമിലിയുടെ പല ടൈമിലുണ്ട് ഇൻ്റർവ്യൂവിലായിട്ട് പറയുന്നു, സ്വന്തം വീട്ടിൽ തന്നെ മുകളിലെ ഫ്ലോറിലേക്ക് പോകാൻ പേടിയുള്ളൊരു കുട്ടിയാണ് അമ്മു സജീവ്. കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഈ കുട്ടിക്ക് ഒരാളൊപ്പം ഇല്ലാതെ ഒരു വലിയ ഹൈറ്റിലേക്ക് പോകാൻ നല്ല രീതിയിൽ പേടിയുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടി ഹോസ്റ്റലിൻ്റെ ടോപ്പിലേക്ക്, അതും
നിങ്ങൾ ആലോചിക്കണം, 4-4:30 മണിക്ക് കോളേജിൽ നിന്ന് ബസ് കയറി വന്ന കുട്ടി ഡയറക്റ്റ് പോണത് ഈ പറഞ്ഞ കോളേജ് ഹോസ്റ്റലിൻ്റെ മുകളിലേക്ക്. പേടിയുള്ള ഒരാൾ അങ്ങനെ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും ഈ കുട്ടിയെ ട്രിഗർ ചെയ്ത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ കോളേജ് ഹോസ്റ്റലിൻ്റെ മുകളിലേക്ക് ഈ കുട്ടിയെ എത്തിക്കാനുള്ള 2 റീസൺ കാണും. ഒരു റീസൺ ഒന്നില്ലെങ്കിൽ ഈ കോളേജ് ഹോസ്റ്റലിൻ്റെ മുകളിൽ ആരെങ്കിലും ഈ കുട്ടിയെ കാത്ത് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള ഈ കുട്ടിയോട് വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഈ കുട്ടി കോളേജ് ഹോസ്റ്റലിൻ്റെ മുകളിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ ഈ കുട്ടി അവരുടെ ഡ്രസ്സ് ഉണക്കാൻ വെച്ചത് എടുക്കാൻ പോകുന്നു. വെരി റെയറായിട്ടുള്ളൊരു സാധനം മാത്രമാണ്. കാരണം നിങ്ങൾ കണ്ട വിഷ്വൽസിൽ വെരി ക്ലിയറാണ്. റിപ്പോർട്ടർ ചാനൽ കാണിച്ചാൽ അവിടെ കുറേ ഡ്രസ്സുകൾ ഉണക്കാട്ടുണ്ട്. ചിലപ്പോൾ കോളേജിൽ പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ തലേ ദിവസമോ ഉണക്കാൻ വെച്ച ഡ്രസ്സ് കോളേജിൽ വിട്ട് ഹോസ്റ്റലിൽ വന്ന് മുകളിൽ ആ ഡ്രസ്സും കൂടി എടുത്തിട്ട് അടിയിൽ റൂമിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് കാഷ്വലായിട്ട് മുകളിലേക്ക് പോയ കുട്ടി. ഓക്കെ, കുട്ടിയുടെ ഡ്രസ്സ് മുകളിലുണ്ട് എന്നും ഈ കുട്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കോളേജിൻ്റെ ടോപ്പിലുള്ള ഈ പറഞ്ഞ ഏറ്റവും മുകൾ ഭാഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ ഒരാൾക്ക് ഈ ഡ്രസ്സ് വെച്ച സ്ഥലം നിങ്ങൾ കണ്ടില്ല, മൊത്തം ഹാങ് ചെയ്ത സ്ഥലം കണ്ടല്ലോ. ഇതിനിടയിൽ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ സ്പോട്ട് ചെയ്യാൻ പറ്റുമോ? പെട്ടെന്ന് ഇല്ല. ആ സ്പോട്ട് ചെയ്യാതെ ഒരാൾ നിന്ന് ഈ കുട്ടിയെ തള്ളിയിട്ടതാണെങ്കിലോ? അങ്ങനെയും ചാൻസ് ഉണ്ടല്ലോ. കാരണം ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഈ കുട്ടി വീണ സമയത്ത് ഈ കുട്ടിയുടെ ഹോസ്റ്റൽ വാർഡൻ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞത് ഈ കുട്ടിയുടെ കാലിന് പൊട്ടലുണ്ട്, നെഞ്ചു പൊട്ടി, തല പൊട്ടി, ഈ കുട്ടി ഇത്രയും ആയിരുന്നു താഴെ വീണതുകൊണ്ട് ബാക്കി ഫ്രാക്ചർ ഉണ്ടായി എന്നല്ല, കാല് പൊട്ടിയെന്ന്. അങ്ങനെ ഹോസ്റ്റൽ വാർഡൻ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണുള്ളത്? ഒന്ന്. സെക്കൻഡ് തിങ്, ഈ കുട്ടിയെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഒരു 2-3 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ എടുത്ത സമയം ഭയങ്കര ദുരൂഹമാണ്. ഓക്കെ, ആ സമയം എടുക്കാനുള്ള കാരണം എന്താണ്? 10 മിനിറ്റോ 15 മിനിറ്റോ കൊണ്ടോ അല്ലെങ്കിൽ 2.5 കിലോ 10 മിനിറ്റ് കൊണ്ട് എത്തൂടെ? പക്ഷെ എന്തുകൊണ്ട് ഇത്രയും സമയമെടുത്ത് ഈ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതിന് ശേഷം ഈ കുട്ടിയുടെ ഫാമിലിയെ വിളിക്കാൻ എന്തിനു വഴുകി? ഈ ഹോസ്പിറ്റലിൽ എത്തിയ കുട്ടി അവിടെ നിന്ന് നെക്സ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് വരെ, അതായത് ഏകദേശം ഒരു 7 മണി വരെ ഈ കുട്ടി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നു ഇവർ ഫോൺ വിളിച്ച് കൊടുത്ത സമയത്ത് ഈ കുട്ടി വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. അതിനുശേഷം വാർഡൻ ഫോൺ വാങ്ങി സംസാരിച്ചു എന്നും ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നു. ഇന്നിപ്പോൾ അമ്മുവിൻ്റെ ഡയറിയിൽ നിന്നും പത്തനംതിട്ട പോലീസിന് ഒരു ഐ ക്വിറ്റ് എന്ന് പറയുന്ന ഒരു കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. അമ്മു ഡയറി എഴുതുമോ? ഇല്ല, അമ്മു ഡയറി എഴുതത്തില്ല. ഇല്ല, അമ്മു ഡയറി എഴുതത്തില്ല, ഇന്നുവരെ എഴുതിയിട്ടില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും എഴുതുന്ന സ്വഭാവമൊക്കെ ഇല്ല. കുറിപ്പിനെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണം, തീർച്ചയായിട്ടും അയക്കണം. ഈ ദിവസം സംഭവം നടന്ന ദിവസം അച്ഛനോട് എപ്പോഴെങ്കിലും സംസാരിച്ചിരുന്നു? സാധാരണ ഇതിൽ വൈകുന്നേരമാണ് വിളിക്കുന്നത്, രാവിലെ എപ്പോഴെങ്കിലും വിളിച്ചിരുന്നു? എന്നും എന്നെ 8:10 വിളിക്കും. അവൾ ഹോസ്റ്റലിൽ നിന്ന് കോളേജിലോട്ട് പോകാൻ നേരത്ത് വിളിക്കും. വൈകിട്ട് 4:59 ആകുമ്പം വിളിക്കും. ഈ 4:59 വിളിക്കാതായപ്പോഴാണ് അച്ഛൻ വിളിച്ചു തുടങ്ങി. ഒരു 10-20 പ്രാവശ്യം തിരിച്ചു വിളിച്ചപ്പോഴത്തേക്ക് ഫോൺ എടുക്കുന്നില്ല. അവസാനം പിന്നെ വൈഫ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പം അവളും വിളിച്ചതിന് ശേഷമാണ് വീണ്ടും ഞാൻ ഈ സുധ എന്ന് പറയുന്ന വാർഡനെ വിളിക്കുന്നത്. അവരും ഒരു 5-6 പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല. പിന്നാണ് വിളിച്ച് പറയുന്നത് അമ്മ ഹോസ്റ്റലിലോട്ട് വന്നപ്പോൾ കാലിൽ തട്ടി വീണു, ഒരു ഒടിവുണ്ടെന്ന് പറഞ്ഞു. ക്ലാസ് ടീച്ചർ ഈ കാര്യം പറയുന്നത് 4:30 മണിക്കാണ് കുട്ടികൾ വിളിച്ച് പറയുന്നത് അമ്മ വീണു എന്നുള്ളതാണ്. പക്ഷേ 5:25 ഹോസ്റ്റൽ വാർഡനായിട്ടുള്ള സുധാമണി ഇത് ഇങ്ങനെ വീണു എന്നുള്ള കാര്യം നിങ്ങളോട് പറയുന്നത്. ഈ വിളിച്ചപ്പോൾ എന്താണ് വാർഡൻ പറഞ്ഞത്? ഞാൻ വിളിച്ചപ്പം പറഞ്ഞ അമ്മ ഒന്ന് ഹോസ്റ്റലിലോട്ട് വരുന്ന വഴിയിൽ വീണു, കാലിൽ ഒരു ഒടിവുണ്ടെന്ന് പറഞ്ഞു. 1.5 മണിക്കൂറോളം ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കിടത്തിയിരുന്നു. ആശുപത്രി ഡോക്ടർ പറഞ്ഞത് തൊട്ടടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കാനാണ്. എന്തുകൊണ്ടാണ് വാർഡൻ അത് ചെയ്യാതിരുന്നതെന്ന് അറിയാമോ? ചോദിച്ചിരുന്നു എപ്പോഴെങ്കിലും? ഈ കാലിൽ മാത്രം ഒടിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ICU വെന്റിലേറ്റർ സപ്പോർട്ടോ പിന്നെ കാലിൽ ഇതൊക്കെ ഇട്ടിട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞത്. ബാക്കി നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തു അമ്മ ആ ദിവസം പരിക്ക് പറ്റിയതിന് ശേഷം ആശുപത്രി കിടന്നിട്ട്? അത് അവർ പക്ഷേ സംസാരിക്കാൻ സമ്മതിച്ചില്ല. കാര്യം എന്താ വെച്ചാൽ ഇവർ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു അമ്മ വയ്യ എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഫോൺ വാങ്ങിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ പറഞ്ഞിട്ട് കൊടുത്തില്ല അമ്മൂന് ഫോൺ. ഇവർ പറയുന്ന ശ്രീകാര്യം വരെ അമ്മു സംസാരിച്ചെന്നാണ്. എന്തൊക്കെ കള്ളത്തരം. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഒന്ന്, ലെറ്റർ. അങ്ങനൊരു ലെറ്റർ ആ കുട്ടി എഴുതാൻ ഒരു വഴിയില്ല എന്നുള്ളതാണ് അച്ഛൻ പറയുന്നത്. ഓക്കെ, അത് ഫോറൻസിക് ചെക്ക് ചെയ്യട്ടെ. കാരണം ഇപ്പോൾ അച്ഛൻ അറിയാതെ ആ കുട്ടി പുതിയൊരു ശീലം തുടങ്ങിയോ ഇല്ല എന്നുള്ളത് നമുക്കറിയാൻ പാടില്ലല്ലോ. എന്നാണെങ്കിലും ആ ലെറ്ററിനെ കുറിച്ചിട്ട് സംശയങ്ങളുണ്ട്, ഫോറൻസിക് ചെക്ക് ചെയ്യട്ടെ.
വേറെ വലിയ കാര്യം, ഈ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിയുടെ ഫാമിലിയെ ഇവരിത് അറിയിച്ചിട്ടുള്ളത്. ഈ കുട്ടിയുടെ ക്ലാസ് ടീച്ചർ ഈ കോളേജിൽ നിന്ന് ഒരുപാട് ദൂരം, 1.5 മണിക്കൂർ ദൂരമുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പം അവരെത്തില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ വാർഡനും ബാക്കി കുട്ടികൾക്ക് പറയും. അതുകൊണ്ട് അവരെ 4:30 വിളിച്ച് അറിയിച്ചു ഈ കുട്ടി ഇങ്ങനെ ചാടി എന്നുള്ളത്. ഇനിയിപ്പോൾ വീട്ടുകാരെ പാനിക് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം മേ ബി കാല് തെറ്റി വീണു എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ എന്നാലും ഒരു ഹോസ്റ്റൽ വാർഡൻ എങ്ങനെ റിസ്ക് എടുക്കും? ആലോചിച്ച് നോക്കും. ഒരു ഹോസ്റ്റൽ വാർഡൻ അങ്ങനത്തെ റിസ്ക് എടുക്കും? മുകളിൽ നിന്ന് താഴെ വീണ ഒരു കുട്ടിക്ക് എന്ത് സംഭവിക്കാം? വീട്ടിൽ വിളിച്ചിട്ട് ഈ കുട്ടി ഇങ്ങനെ വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ട്രൂ ആയല്ലോ. അപ്പോൾ എന്ത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്റ്റൽ വാർഡൻ ഈ കുട്ടിയെ 4നും 4:30 അവിടെ നിന്ന് താഴത്തേക്ക് വീണ കുട്ടിയെ 2.5 കിലോമീറ്റർ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് സമയമെടുത്തത് എന്തിന്? ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം വീണ്ടും അവിടെ എന്ത് പ്ലാനിങ് ആണ് നടന്നത്? 1.5 മണിക്കൂർ. ഈ കുട്ടിയുടെ ഫോണിൽ നിന്ന് ഈ അച്ഛനെ, വീണ് കിടക്കുന്ന കുട്ടിക്ക് ഫോൺ കൊടുത്ത് ഫോൺ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ കംപ്ലീറ്റ് സംസാരിക്കാൻ സമ്മതിക്കാതെ ഫോൺ വാർഡൻ തിരിച്ചു മേടിച്ചു എന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോള് ആ ഫോണിൽ നിന്ന് പോയിട്ടുണ്ടോ അന്നേ ദിവസം എന്നുള്ള കോൾ റെക്കോർഡും കാര്യങ്ങളും പോലീസിന് എടുക്കാൻ പറ്റും. അതിൽ അമ്മ സംസാരിച്ചോ ഇല്ലേ എന്നുള്ളതും പോലീസുകാർക്ക് ക്ലിയർ ആയിട്ട് തെളിയിക്കാൻ പറ്റും. പിന്നെ ഈ കുട്ടിയുടെ ഏട്ടനൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഈ കുട്ടിയുടെ ഫോൺ തിരിച്ച് വീട്ടുകാരുടെ കയ്യിൽ കിട്ടിയ സമയത്ത് ലോക്കൊന്നുമില്ല, അത് ഓപ്പൺ ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ആ ഫോണിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് അന്വേഷിക്കണം. ഓക്കെ. അപ്പം ഒരുപാട് സമയം ലാഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ, പല ടൈമിലായിട്ട്. ഒന്ന് വീണ സമയത്ത്, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിയിട്ടൊക്കെ കുറേ സമയം ലാഗായിട്ടുണ്ട്. എന്തിനാണ് ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ സമയം വേണം, ചെയ്ത ക്രിമിനലുകൾക്ക് സമയം വേണം. പ്ലാൻഡ് അല്ലാത്തൊരു പരിപാടിയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് അത് പ്ലാനിങ്ങിന് വേണ്ടി വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളത് ചിന്തിക്കാനുള്ള സമയം വേണം. ആ സമയമാണോ ഇവിടെ ഇവരെടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കണം. എന്നാണെങ്കിൽ അടിമുടി ദുരൂഹതയാണ് ഈ കേസിൽ. അടിമുടി ദുരൂഹത ക്ലിയർ ചെയ്യുക എന്നുള്ളത് പോലീസ് പെട്ടെന്ന് ചെയ്യേണ്ട പരിപാടിയാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ തെളിവും കാര്യങ്ങളൊക്കെ കിട്ടും. തെളിവ് നശിപ്പിക്കാൻ ഇവർക്ക് ചാൻസ് കിട്ടില്ല. ഇനി പെണ്ണുങ്ങളാണ്, 3 പെൺകുട്ടികളാണ് ഇതിൽ പ്രതികൾ എന്നുള്ളത് കൊണ്ട് ഇവരാരും ഉന്തിയിട്ട് കൊല്ലില്ല എന്നും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ടതേ. ആണുങ്ങൾ മാത്രമൊന്നുമില്ല ഇവിടെ അങ്ങനത്തെ ക്രൈം ചെയ്യുന്നത്, പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റും, ചെയ്യുന്ന പെൺകുട്ടികളും ഉണ്ട്. മനസ്സിലായോ? ഇനി എല്ലാവർക്കും അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റും 3 പെൺകുട്ടികൾക്ക് എന്നുണ്ടെങ്കിൽ കോടതി തെളിയിച്ചോട്ടെ, നോ വറീസ്. പക്ഷേ പ്രഥമ ദൃഷ്ടിയാൽ പോലീസിനാണെങ്കിലും നമുക്കാണെങ്കിലും ഈ 3 പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ പ്രൊവോക്കേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് വെരി എവിഡൻ്റ് ആൻഡ് ക്ലിയർ ആണ്. ആൻഡ് ഈ പറഞ്ഞ കോളേജിൻ്റെ വാർഡൻ അവരൊന്നും കൂടി ശരിക്കും പിടിച്ച് കൊടയേണ്ട ഒരു ആവശ്യമുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്.